സത്യത്തിൽ ദുഃഖം തോന്നുന്നു, അമർഷവും. നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ സുരക്ഷിത സ്ഥാനത്ത് നിന്ന് മാത്രം പ്രതികരിച്ച് ജീവിക്കേണ്ടി വരുന്നു. നമ്മളെന്ത് മനുഷ്യരാണ് എന്ന് സ്വയം ചിന്തിച്ചു പോകുന്ന നിമിഷം. നാട്ടിലുണ്ടെങ്കിൽ പന്തം കൊളുത്തി പ്രകടനമൊക്കെ ആയിട്ട് അങ്ങ് പോവായിരുന്നു. ഇപ്പൊ ഗൾഫിലായതുകൊണ്ട് തന്നെ പലർക്കും ഒന്ന് ഒച്ച വെക്കാൻ പോലും കഴിയില്ല. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ജുമാ നിസ്കാരത്തിന് ശേഷം ഒരു പ്രാർത്ഥന, അതിനപ്പുറം എന്ത് പോസ്റ്റർ, വിപ്ലവം, അങ്ങനെ അങ്ങനെ. കൊല്ലപ്പെടുന്ന ജീവനുകൾക്ക്, കുട്ടികൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്ന? നമ്മൾ സുരക്ഷിതരാണ്. സുരക്ഷിത സ്ഥാനത്ത് നിന്ന് വലിയ വലിയ വാക്കുകൾ പറയാൻ എനിക്കെന്നല്ല നിങ്ങൾക്കും കഴിയും. അമർഷം, സങ്കടം, സഹതാപം, അതിൽ തീർന്നു പോകുന്നു പ്രതിഷേധം. ഞാനും ഈ ഒരു സമൂഹത്തിന്റെ ഭാഗം തന്നെയാണ്. സുരക്ഷിതമായ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാനിപ്പോൾ ഉയർത്തുന്ന ഈ പ്രതിഷേധത്തിന് പലസ്തീൻ ജനതയുടെ കണ്ണീരൊപ്പം കഴിയില്ല എന്ന ഉത്തമ ബോധത്തോടെ, കണ്ണീരോടെ പലസ്തീൻ ജനതക്കൊപ്പം ഞാനും ഉണ്ട്. എങ്കിലും എനിക്ക് ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. എത്രയെത്ര കുഞ്ഞു മക്കളുടെ ജീവനാണ് പൊലിഞ്ഞു പോയത്. അവരെല്ലാം അങ്ങകലെ ആകാശത്ത് മുത്തുകൾ വാരിയതുപോലെ ഉടയവന്റെ ചാരത്ത് പാറി കളിക്കുന്നുണ്ടാവും. കുഞ്ഞു മക്കളല്ലേ, സ്വർഗമല്ലാതെ വേറെ എന്താ അവർക്ക്? ശരിക്കും സ്വർഗം കുഞ്ഞുങ്ങളെ കൊണ്ട് നിറയുമല്ലോ അല്ലേ? ആ കുഞ്ഞുങ്ങളുടെ റൂഹ് പിടിക്കുമ്പോൾ മലക്കുകൾ പോലും കരഞ്ഞിട്ടുണ്ടാവും. സ്വർഗത്തിലെ ഏറ്റവും വലിയ പൂന്തോട്ടത്തിലെ സുഗന്ധം പരത്തുന്ന കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ട് അവർ മാറും. സത്യം പറയാലോ, ഈ ഒരു കാഴ്ച കാണാനുള്ള ശക്തി എനിക്കില്ല. പടച്ചോനെ, നിന്റെ രക്ഷ അവർക്ക് മേലുണ്ടാവണേ. നന്ദി, നമസ്കാരം.